ഖാലിസ്ഥാൻ ഭീകരർ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് യാതൊരു പങ്കുമില്ലെന്ന് കനേഡിയൻ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസിന്റെ പുതിയ വെളിപ്പെടുത്തൽ. നിജാർ വധത്തിന് പിന്നിൽ ജയിലിൽ കഴിയുന്ന ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയും സഹായി ഗോൾഡി ബ്രാറുമാണെന്ന് വ്യക്തമാക്കി അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് കാനഡയുടെ ഈ ഔദ്യോഗിക പ്രതികരണം. അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഹാർഡ്ബോൾ എന്ന സുപ്രധാന നീക്കത്തിലൂടെ ബിഷ്ണോയി സംഘം ഉൾപ്പെടെ 3 അധോലോക സംഘങ്ങളിലെ 24 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിജാർ വധം ആസൂത്രണം ചെയ്തതും ഒപ്പം രാജ്യാന്തര തലത്തിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണത്തോട് ഇന്ത്യ പൂർണ്ണമായി സഹകരിച്ചുവെന്നും കനേഡിയൻ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലിസ മോലാൻഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 2023 നിജാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ രംഗത്തു വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകാൻ കാരണമായിരുന്നു. ട്രൂഡോയുടെ ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിയ ഇന്ത്യ കാനഡ ഖാലിസ്ഥാൻ വാദികൾക്ക് താവളമൊരുക്കുകയാണെന്ന് തിരിച്ചടിച്ചു. ഇതിന് പിന്നാലെ 2024 ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം തിരിച്ചു വിളിക്കുന്ന നടപടികളിലേക്കും കടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതോടെയാണ് നയതന്ത്ര ബന്ധം വീണ്ടും സാധാരണ നിലയിലായത്. ഈ വർഷം മാർച്ചിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. 2015 മുതൽ ഇന്ത്യയിൽ ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയിയും ഗോൾഡി ബ്രാറുമാണ് നിജാർ വധത്തിന് നിർദ്ദേശം നൽകിയതെന്ന് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഗോൾഡി ബ്രാറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് FBI $50,000 പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച നിജാർ നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായിരുന്നു. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത്, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഇത്തരം ആഗോള ക്രിമിനൽ ശൃംഖലകൾക്കെതിരെയുള്ള കർശന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് കനേഡിയൻ പോലീസ് കമ്മീഷണർ മൈക്ക് ഡുഹെയ്മും അമേരിക്കൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.